നടത്തുന്ന സ്ഥലത്താണ് ഒരുപാട് വാഹനങ്ങൾ, അതായത് ലോറിയുടെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിരുന്നത്, ഒരു സ്കൂട്ടർ ലഭിച്ചിരുന്നതും അതേ സ്ഥലത്താണ്. എന്തായാലും ഇനി വളരെ നിർണായകമാണ്. ഓരോ സമയത്തും എന്തെങ്കിലും വസ്തുക്കൾ കിട്ടുന്നുണ്ടോ എന്നത് ആ JCB കൃത്യമായി പരിശോധിക്കേണ്ടി വരും. കാരണം ഓരോ സമയത്തും ഇത് ആഴങ്ങളിലേക്ക് പോകുമ്പോൾ പല വസ്തുക്കൾ ആ JCBയിൽ കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഇന്നലെയും നമ്മൾ കണ്ടതാണ്. ഒരു പക്ഷേ അർജുന്റെ ലോറിയുടെ വലിയ ലോഹഭാഗങ്ങളൊന്നും ഇതുവരെ ഈ ഗംഗാവലി പുഴയിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും മരത്തടി ഉൾപ്പെടെ കയർ ഉൾപ്പെടെയുള്ള വസ്തുക്കളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചു. ഇനി അറിയേണ്ടത് ആ ലോറി വലിയ കേടുപാടുകൾ കൂടാതെ മണ്ണിൽ പൂണ്ട നിലയിൽ കിടപ്പുണ്ടോ എന്നതാണ്. അത് കണ്ടെത്താനുള്ള തെരച്ചിലാണ് നടക്കുന്നത്. ഏതായാലും ഡ്രഡ്ജർ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇന്നലത്തേതിനേക്കാളും സജീവമായി ഒരുപാട് പേർ ഇവിടെ നമുക്ക് ഗംഗാവലി പുഴയിൽ ഇപ്പോൾ കാണാം. ഇനി നേവിയും അതുപോലെ തന്നെ SDRFും NDRFും ഒക്കെ അല്പസമയത്തിനകം ഇവിടെ എത്തും. അതിനപ്പുറം ഈശ്വർ മൽപ്പെ കൂടി ഇന്ന് വീണ്ടും രംഗത്തിറങ്ങുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ആശ്വാസം. ഇന്നലെ ഒരു പക്ഷേ നിരാശയുണ്ടാക്കുന്ന ഒരു വാർത്ത ഉച്ചയ്ക്ക് ശേഷം വന്നത് ഈശ്വർ മൽപ്പെ മടങ്ങിപ്പോകുന്നു എന്നതാണ്, അപമാനിതനായി മടങ്ങിപ്പോകുന്നു എന്നതാണ്. ഒരുപക്ഷെ അതൊക്കെ ഇന്നലെ ജില്ലാ ഭരണകൂടം നേരിട്ട് ഇടപെട്ട് സംസാരിച്ച് പരിഹരിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ജില്ലാ ഭരണകൂടം നേരിട്ട് ഇടപെട്ട് പരിഹരിച്ചു എന്ന് പറയുമ്പോൾ ബൈജു, ഇപ്പോൾ മൽപ്പെ മുന്നോട്ട് വെച്ച കുറച്ച് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഔദ്യോഗികമായ ഒരു അനുമതി തരണം. അതോടൊപ്പം തന്നെ അദ്ദേഹവും ടീമും സ്വന്തം നിലയിലാണ് അവിടുത്തെ ചിലവുകളെല്ലാം വഹിക്കുന്നത്. ഭക്ഷണത്തിന് പോലും അവിടെ നിന്നുള്ള പണമൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല. ഇതിനോടകം തന്നെ വലിയ തുക അവർക്ക് ചിലവായും കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിൽ അവരെ സഹായിക്കുക കൂടി വേണം എന്നുള്ള ആവശ്യമൊക്കെ ഉണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിന് അവിടെ നല്ല രീതിയിൽ ആഴങ്ങളിലേക്ക് എത്തി ഈ അന്വേഷണം നടത്താനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കണമെന്നൊക്കെ, അത്തരത്തിലുള്ള അനുമതിയൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? ഈ അനുനയ നീക്കത്തിൽ അതൊക്കെ ചർച്ചയായിട്ടുണ്ടോ? ആര്യ, ഈ മൽപ്പെ പ്രധാനമായും പറഞ്ഞത് സ്വതന്ത്രമായി തെരച്ചിൽ നടത്താനുള്ള അനുമതി ഔദ്യോഗികമായി നൽകിയാൽ മാത്രം മതി. തനിക്ക് ഏതെങ്കിലും തരത്തിൽ ഇതിന് പണമോ മറ്റോ വേണ്ട. കാരണം സൌജന്യമായാണ് താൻ ഇവിടെ ഈ തെരച്ചിൽ നടത്തുന്നത്. പക്ഷേ അതിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ പല തവണയും ഇറങ്ങാൻ അനുവദിക്കാതിരിക്കുകയും ഇറങ്ങിയാൽ കേസെടുക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള വരെ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തെ വലിയ മനോവിഷമത്തിലേക്ക് എത്തിച്ച് ഇവിടെ നിന്നും തിരിച്ചു പോകുന്ന ഒരു വൈകാരികമായ രംഗം ഇന്നലെ കാണേണ്ടി വന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞത് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടാൽ താൻ ഇനിയും തിരിച്ചുവരും. കാരണം അത് കുടുംബത്തിന് നൽകിയ ഉറപ്പാണ്. ആ 3 കുടുംബങ്ങൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കാനായി താൻ തിരച്ചിൽ നടത്തും. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ ഈ മൽപ്പെ ഒറ്റയ്ക്ക് നടത്തുന്ന തിരച്ചിൽ അദ്ദേഹത്തിന്റെ ജീവന് അപകടമുണ്ടാകും. അത്തരത്തിൽ തിരച്ചിൽ നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ കാരണത്താലാണ് അദ്ദേഹത്തെ മടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും അത് ഇന്നലെ കാർവാർ MLA സതീഷ് സെയിൽ ഇടപെട്ട് ജില്ലാ ഭരണകൂടവുമായി സംസാരിച്ച് അതിനൊരു തീരുമാനം എത്തിയിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഔദ്യോഗികമായി അദ്ദേഹത്തിന് കത്ത് നൽകി ഇത്തരത്തിൽ തെരച്ചിലിൽ പങ്കാളിയാക്കാനാണ് തീരുമാനം. എന്തായാലും ഈ ലോറി കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നീട് മാൽപ്പയുടെ ആ ഒരു സാന്നിധ്യം വളരെ പ്രധാനമാണ്. കാരണം അദ്ദേഹത്തെ ഉപയോഗിച്ച് വേണം ഈ ആഴങ്ങളിൽ ഈ ലോറി ബെൽറ്റ് ഹുക്കൊക്കെ വിട്ട് അത് മുകളിലേക്ക് ഉയർത്താൻ. അത് മാൽപ്പയുടെ സേവനമില്ലാതെ അത്തരത്തിലൊരു തെരച്ചിൽ നടക്കില്ല. അതുകൊണ്ട് തന്നെയാണ് മാൽപ്പെ ആ ഘട്ടത്തിൽ പ്രധാനമായും വേണമെന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ സമയങ്ങളിൽ ഉണ്ടായ ഒരു പ്രശ്നം, ആദ്യ ദിവസം ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്ന തെരച്ചിലിനിടയിൽ മാൽപ്പയുടെ തെരച്ചിൽ കൂടി ഉണ്ടായപ്പോൾ ആ ഡ്രഡ്ജർ നിർത്തിവെക്കുകയും, കാരണം ഈ മണ്ണ് കോരുന്ന സമയത്ത് ഇതിൽ നിന്നും വലിയ തോതിൽ ചെളിയും മാലിന്യമൊക്കെ പുറത്തേക്ക് വരുമ്പോൾ അത് മാൽപ്പയ്ക്ക് ആഴങ്ങളിലെത്തി തെരച്ചിൽ നടത്തുന്നതിന് വിസിബിലിറ്റി പ്രശ്നമുണ്ട്, കാഴ്ച പ്രശ്നമുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ നിർത്തിവെക്കുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് കുടുംബം ഇടപെട്ടത്. ഡ്രഡ്ജർ നിർത്തിവെക്കാതെ തുടർച്ചയായി പ്രവർത്തിച്ച് അവർ നൽകിയിരിക്കുന്ന സമയം അനുസരിച്ച് പ്രവർത്തിച്ച് ഇത്തരത്തിൽ തെരച്ചിൽ തുടരണം. അതോടൊപ്പം ഒരു ഭാഗത്ത് ഈശ്വർ മൽപ്പയും തെരച്ചിൽ വേണമെന്ന് തന്നെയായിരുന്നു കുടുംബം ആവശ്യപ്പെട്ടിരുന്നത്. എന്തായാലും ആ രീതിയിലുള്ള ഒരു തെരച്ചിൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ദ്രപാൽ ഉൾപ്പെടെയുള്ള സംഘം അല്പസമയത്തിനകം എത്തും. എന്തായാലും ഇന്ന് പ്രാദേശികമായ ആളുകളെ കൂടി നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നു എന്നാണ് ഇതിന്റെ ഏറ്റവും പ്രത്യേകത. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇത് NDRFന്റെയോ SDRFന്റെ സംഘങ്ങളൊന്നുമല്ല, പ്രാദേശികമായ സംഘങ്ങളൊക്കെ ഇന്ന് ഇവിടെ ഈ പുഴയിൽ 2 വള്ളങ്ങളിലായി നമുക്ക് കാണാം. അവരും ഈ തെരച്ചിലിന് പങ്കാളികളാവുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. എന്തായാലും ഈ ഇത്തരത്തിൽ അസ്ഥി കിട്ടിയത് കൊണ്ട് തന്നെ ഇന്ന് സൂക്ഷ്മതയോടുകൂടിയുള്ള വലിയ തെരച്ചിൽ നടത്തേണ്ടി വരും. മറ്റേതെങ്കിലും ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ അസ്ഥിയോ മറ്റോ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും മനുഷ്യാവശിഷ്ടങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ എന്ന് തിരയേണ്ടി വരും. എന്തായാലും വലിയ പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് ഗംഗാവലി പുഴ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നുമില്ലാത്ത തരത്തിൽ വലിയ തോതിൽ നിർണായകമായ ഒരു ഘട്ടം ഇപ്പോൾ പിന്നിടുന്നു എന്ന് വേണം പറയാൻ. എന്തായാലും കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ നേവി ഉൾപ്പെടെയുള്ള സംഘം കൂടി ഇവിടെ എത്തും.
അവർ കൂടി എത്തിയാൽ തിരച്ചിലിന് വേഗത കൈവരും. അപ്പം ഈശ്വർ മൽപ്പ കൂടെ എത്തുന്നതോടുകൂടി അത് പൂർണ്ണതയിലേക്ക് എത്തും. ഇനി ഇന്ദ്രപാൽ എത്തിയാൽ അദ്ദേഹം ഇതിന് മറ്റ് നിർദ്ദേശങ്ങൾ നൽകും, മറ്റ് ഇടങ്ങളിൽ ഏതൊക്കെ രീതിയിൽ തെരച്ചിൽ നടത്തണമെന്ന് സംബന്ധിച്ച്. ഏതായാലും ഡ്രഡ്ജർ ഇപ്പോൾ ഇന്നലെ അസ്ഥി കിട്ടിയ ഭാഗങ്ങളിൽ തന്നെ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്താനാണ് തീരുമാനം നമുക്ക് മനസ്സിലാകുന്നു. ആ തെരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. എന്തായാലും ഇന്ന് 8 മണിക്കാണ് ആരംഭിക്കും എന്ന് പറഞ്ഞതെങ്കിലും അല്പം വൈകി 9 മണിയോടുകൂടിയാണ് ഇപ്പോൾ ഈ തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. ആ സമയക്രമം അവർ വൈകിട്ട് 6 മണി 7 മണിവരെ ആ തെരച്ചിൽ നടത്തി അവർ അത് ആ രീതിയിൽ ക്രമീകരിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും 10 മണിക്കൂർ തെരച്ചിലാണ് കോൺട്രാക്ട് പ്രകാരം ഇവർക്കുള്ളത്. മൊത്തം 80 മണിക്കൂറിന്റെ തുക ഇവർക്ക് നൽകി കഴിഞ്ഞു. ഇന്ന് വൈകിട്ടോടുകൂടി ഇവർക്കുള്ള കരാർ തുകയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാകും. പക്ഷേ അത് പിന്നീട് 12 ദിവസം വരെ വേണമെങ്കിൽ നീട്ടി നൽകും. ആ രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് കാർവാർ MLA ഉൾപ്പെടെ വ്യക്തമാക്കിയത്. ഏതായാലും അല്പസമയത്തിന് മുമ്പ് അകം തന്നെ ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയയും SP ഉൾപ്പെടെയുള്ള സംഘവും ഇവിടെ എത്തുന്നുണ്ട്. എന്തായാലും തിരച്ചിൽ ഊർജിതമായി ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇന്ന് വളരെ നിർണായകമായ ഒരു ഘട്ടം എന്ന് തന്നെ പറയേണ്ടി വരും. ആര്യ, തീർച്ചയായും ബൈജു സൂചിപ്പിച്ചതുപോലെ തന്നെ ശിരൂർ ദൌത്യത്തിലെ ഏറെ നിർണായകമായ ദിവസം തന്നെയാണ് ഇന്ന്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നേരത്തെ ഇന്നലെ അസ്ഥിയുടെ ഭാഗം ലഭിച്ച സ്ഥലത്ത് പ്രധാനമായും കേന്ദ്രീകരിച്ചുകൊണ്ട് നേരത്തെ സോണാർ പരിശോധനയിലൂടെ നമ്മൾ പോയിന്റ് ചെയ്തിരുന്ന CP4 എന്നുള്ള സ്ഥലത്ത് അവിടെ അർജുന്റെ ലോറി ഉണ്ട് എന്നുള്ള സൂചനയാണ് ഉള്ളത്. ആ സ്ഥലം കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേവിയുടെയും NDRFന്റെയും SDRFന്റെയും ഒക്കെ സംഘങ്ങളും ഒപ്പം ഈശ്വർ മൽപ്പയും സംഘവും ഒക്കെ അവിടെ ഈ ഡ്രഡ്ജർ പരിശോധനയ്ക്കൊപ്പം തന്നെ അവിടെ പരിശോധന നടത്തുന്നുണ്ട്. ഇന്ന് ഈ വിഷയത്തിൽ ഒരു പ്രധാനപ്പെട്ട സൂചനയിലേക്ക് തുമ്പിലേക്കൊക്കെ എത്താൻ കഴിയണമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവർ ഊർജ്ജസ്വലമായി അവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബൈജു, ഒരു കാര്യം, അതായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മറ്റ് ലോറികളുടെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ലഭിച്ചിരുന്നു. പക്ഷേ ഈ ഒരു ഘട്ടത്തിലും അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഒരു ലോഹഭാഗങ്ങളും കിട്ടിയില്ല. തടിക്കഷ്ണങ്ങളും കയറുകളും മാത്രമാണ് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മനാഫ് ലോറി ഉടമയൊക്കെ വിശ്വസിക്കുന്നത് പോലെ തന്നെ അർജുന്റെ ലോറി ഇത്തരത്തിൽ ചിന്നിച്ചിതറി പോയിട്ടില്ല. ഇപ്പോഴും ഒരുപക്ഷെ ക്യാബിനും ബോഡിയുമായിട്ടൊന്നും വേർപെട്ട് പോയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഒരു ലോഹഭാഗങ്ങൾ പോലും കിട്ടാത്തത് എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. ആ വിശ്വാസത്തിലേക്ക് ഒരുപക്ഷെ നമുക്കും ഈ ഘട്ടത്തിൽ എത്തേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. കാരണം ഇത്രയും ദിവസം നമ്മൾ തെരച്ചിൽ നടത്തുന്നു, മറ്റു പല വാഹനങ്ങളുടെയും അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടും അർജുന്റെ ലോറിയുടെ ഭാഗങ്ങൾ എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഇത്തരത്തിൽ അനുമാനിക്കേണ്ടിയിരിക്കുന്നു എന്നുകൂടി തോന്നുന്നു, അല്ലേ ബൈജു? തീർച്ചയായും ആര്യ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുന്റെ ലോറിയുടെ ഏതെങ്കിലും ഭാഗങ്ങൾ, വലിയ തോതിലുള്ള ലോഹഭാഗങ്ങളോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഇന്ദ്രപാൽ അദ്ദേഹം നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ ട്രക്ക് ക്യാബിനുമായി വേർപെട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ തെരച്ചിലിൽ, അദ്ദേഹത്തിന്റെ റഡാർ പരിശോധനയിൽ അന്ന് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അത് ആ രീതിയിൽ മണ്ണിനടിയിൽ വലിയ തോതിൽ ചെളിയും മാലിന്യവും ആ ലോറിക്ക് മുകളിലുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഡ്രഡ്ജർ ഇത്രയും വലിയൊരു തുക 1 കോടിയോളം രൂപ ചെലവഴിച്ച് വാടക നൽകി ഈ ഡ്രഡ്ജർ കൊണ്ടുവരാൻ ഇടയാക്കിയതും. എന്നാൽ നമുക്ക് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന ഒരു വിവരം, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോകാം. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് മുങ്ങൽ വിദഗ്ധരുടെ ആ ഒരു പ്രവർത്തനം ആഴങ്ങളിലേക്ക് എത്തി പരിശോധന ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. അത് ഡ്രഡ്ജർ കമ്പനിയുടെ മുങ്ങൽ വിദഗ്ധരാണ്. അവർ അവരുടെ ദൌത്യം ആരംഭിച്ചിരിക്കുന്നു. ഏതായാലും ഇന്നലെ ഈ അസ്ഥി കിട്ടിയത് കൊണ്ട് തന്നെ ഏതെങ്കിലും കൂടുതൽ ഭാഗങ്ങളുണ്ടോ എന്ന് അറിയാൻ ഇപ്പോൾ മുങ്ങൽ വിദഗ്ധർ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി വളരെ നിർണായകമായ ഓരോ നിമിഷമാണ് ഇനി ഉണ്ടാകുന്നത്. ഇനി എന്ത് വസ്തുക്കളൊക്കെ ലഭിക്കും, അതൊക്കെ ഇനി വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ മുങ്ങൽ വിദഗ്ധർ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ആഴങ്ങളിലെത്തി പരിശോധന നടത്തുമ്പോൾ ഡ്രഡ്ജർ അതിന്റെ പ്രവർത്തനം, മണ്ണ് നീക്കിയുള്ള പ്രവർത്തനം ഒരു ഭാഗത്ത് നടക്കുന്നു. എന്തായാലും വളരെ വളരെ നിർണായകം എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നലെ ലഭിച്ച ആ സൂചന, അത് വളരെ ഈ 3-ാം ദിനം, ഈ തെരച്ചിലിന്റെ 3-ാം ദൌത്യം ആരംഭിച്ചത് മുതൽ 3-ാം ദിനത്തിൽ അത് വലിയ പ്രതീക്ഷയും ഊർജ്ജവും പകരുന്നുണ്ട്. എന്തായാലും ഓരോ നിമിഷവും നമ്മൾ ആകാംക്ഷയോടെ ആ JCBയുടെ ആ ഡ്രഡ്ജറിന്റെ JCBയുടെ യന്ത്രഭാഗം മുകളിൽ വരുമ്പോൾ അതിൽ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടോ എന്നത് നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പല വസ്തുക്കളായി ആ സമയത്ത് ലഭിക്കുന്ന ഒക്കെ സാഹചര്യം ഇന്നലെയും നമ്മൾ കണ്ടു. നമുക്ക് ഇപ്പോൾ കാണാം ആ ഡ്രഡ്ജർ ഉപയോഗിച്ച് അവിടെയുള്ള തടിക്കഷ്ണങ്ങൾ, അവിടെ വലിയ തോതിൽ ആ ആൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ അവിടെ വീണു പോയിട്ടുണ്ട്, അവിടത്തേക്ക് ഇതായിട്ടുണ്ട്. പക്ഷെ ഒരു മരമാണെന്ന് തോന്നുന്നു. ആ മരം വലിച്ചു കയറ്റുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ തത്സമയം കാണാൻ സാധിക്കുന്നത്. അതിന്
ഡ്രഡ്ജറിൽ തന്നെ ഈ ടഗ് ബോട്ടിൽ തന്നെ ഒരു ക്രെയിൻ സംവിധാനം കൂടി ഉണ്ട്. ആ ക്രെയിൻ സംവിധാനം പ്രവർത്തിപ്പിച്ച് ആ മരങ്ങളൊക്കെ അവിടുന്ന് മാറ്റുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ മരങ്ങൾക്കിടയിലോ മറ്റോ കുടുങ്ങിക്കിടക്കുന്ന രീതിയിൽ അസ്ഥിയോ മറ്റോ എന്തെങ്കിലും കിട്ടുമോ എന്നാണ് നോക്കുന്നത്. വളരെ സൂക്ഷ്മതയോടുള്ള തെരച്ചിലാണ്. നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ തത്സമയം കാണാം. ആ മരം അവിടെ നിന്ന് തടസ്സം നേരിട്ട ആ മരം എടുത്ത് ക്രെയിൻ ഉപയോഗിച്ച് പുറത്തു മാറ്റുന്നു. ആ രീതിയിലാണ് ഇവിടെ തെരച്ചിൽ നടക്കുന്നത്. അതിൽ എന്തെങ്കിലും വസ്തുക്കൾ ഏതെങ്കിലും ഒരു സമയത്ത് ഈ യന്ത്രഭാഗത്ത് കുരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ ഒരു എഞ്ചിൻ തന്നെ അത്തരത്തിൽ കുരുങ്ങി മുകളിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് അർജുന്റെ വാഹനത്തിന് ആണെന്നാണ്. പക്ഷേ അത് പിന്നീട് മുകളിലേക്ക് എത്തുമ്പോൾ അത് മറ്റൊരു വാഹനത്തിന്റെയാണെന്ന് സ്ഥിരീകരണം വരികയായിരുന്നു. എന്തായാലും ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, അർജുന്റെ വണ്ടി വലിയ തോതിൽ കേടുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ലഭിക്കേണ്ടതാണ്. പക്ഷേ ഇതുവരെ അത്തരത്തിൽ ആ ഒരു ഭാഗങ്ങളും ലഭിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ആ കുടുംബവും ആ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്. ലോറി ഈ പുഴയടിയിൽ ഇന്ദ്രപാൽ അദ്ദേഹം കണ്ടെത്തിയ ആ സ്ഥലത്ത് വലിയ തോതിൽ ആഴങ്ങളിലേക്ക് പൂണ്ടുപോയി മണ്ണും ചെളിയും ഒക്കെ നിറഞ്ഞ് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. വലിയ തോതിൽ കേടുപാട് സംഭവിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല. അതിൽ വലിയ തടിക്കഷ്ണങ്ങളുണ്ട്. ഒരു പക്ഷേ ഈ മണ്ണിടിച്ചിലിന് വലിയ ആഘാതം ആ തടിക്കഷ്ണം കൂടി ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും. എന്തായാലും ആ ടാങ്കർ ലോറി അപകടത്തിൽപ്പെടുമ്പോൾ ഒരു ഉഗ്രസ്ഫോടനം ഉണ്ടായതായ ഒരു സൂചനയൊക്കെ ലഭിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇത്. അവിടുന്ന് പല പല വസ്തുക്കളാണ് ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുമ്പോൾ പുറത്തേക്ക് വരുന്നത്. അത് കഴിഞ്ഞ ദിവസവും കണ്ടതാണ്. ചിതറിയ നിലയിലായിരുന്നു ഒരു വാഹനത്തിന്റെ, ഒരു ലോറിയുടെ ക്യാബിൻ. അതിലൊരു സ്റ്റിയറിംഗ് മാത്രമായിരുന്നു. 2 ടയറുകൾ വേർപെട്ട നിലയിലും ഇത്രയും വസ്തുക്കൾ ലഭിച്ച ഒരു സ്ഥലമാണത്. അതിനു പുറമെ ഇന്നലെ ഒരു സ്കൂട്ടറും ലഭിച്ച ഒരു സ്ഥലമാണ്. എന്തായാലും ഓരോ നിമിഷവും നിർണായകമാണ്. ആ JCBയുടെ യന്ത്രക്കൈ അത് കണ്ണുന്നിട്ട് ഏത് വസ്തുവിലാണ് ഉയരുന്നതെന്ന് നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ശിരൂരിലുള്ളത്. വലിയ വലിയ തോതിലുള്ള ഉദ്യോഗസ്ഥ സംഘവും ഏതാനും 10 മണിയോടുകൂടി ഇവിടെ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാലും പ്രതീക്ഷയോടെ ഇപ്പോൾ ഇവിടെ കാത്തിരിക്കുകയാണ്. കുടുംബവും അർജുന്റെ കുടുംബവും ഇവിടെ എത്തുന്നുണ്ട്. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് ശിരൂരിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകുന്നത്.